നിങ്ങൾ സൈലം ജെൻസി ഓഡിയൻസിനാണല്ലോ സർവ് ചെയ്യുന്നത്, അതായത് 2000 കഴിഞ്ഞിട്ടുള്ള ജനിച്ചു വന്ന ആൾക്കാരാണ് സർവ് ചെയ്യണതല്ലോ. അപ്പൊ ആ ഒരു ഓഡിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ആൻഡ് വാട്ട് ചേഞ്ച് ദേ കുഡ് ബ്രിങ് ഇൻ ടു ദ സൊസൈറ്റി എങ്കിൽ പോലും അവർക്ക് കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആണ്. പണ്ട് ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പോലെ പണ്ടൊരു ആള് 30 ഇയേഴ്സിലൊക്കെ റിയലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെ കുട്ടികൾ 12-13 ഇയേഴ്സിൽ തന്നെ എന്ത് ചെയ്യാണ് റിയലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് അവർക്ക് കാര്യങ്ങൾ ഭയങ്കര ക്ലാരിറ്റി ഉണ്ട്. ആക്ച്വലി ഇപ്പോഴത്തെ ഓഡിയൻസിൽ നിന്ന് അവർക്ക് അറിയാം കൃത്യമായി. നമ്മളൊക്കെ ഒരു 15-ാം വയസ്സിൽ പഠിക്കുന്നത് അവര് ചിലപ്പോൾ ഒരു 6-ാം വയസ്സിൽ എന്ത് ചെയ്തല്ല 7-ാം വയസ്സിൽ ഇത് അവരുടെ തലയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അത്രയും കാപ്പബിൾ ആണ്. അത് റൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആരൊക്കെ യൂസ് ചെയ്യുന്നു അവർ സക്സസ്ഫുൾ ആകുക എന്നുള്ളതാണ്. ഇപ്പം എത്രത്തോളം ഇൻഫ്ലുവൻസേഴ്സാണ് കടന്നു വരുന്ന യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഇപ്പം കേരളത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ കൺസംപ്ഷൻ ഉള്ള ഒരു സ്ഥലമായിരിക്കും കേരളം. അവിടെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കാറ്റഗറി ഒക്കെ ഉണ്ടായി വരുന്ന കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്, വൺ ഓഫ് ദി. അപ്പം അത് ആ കാറ്റഗറിയിലേക്കൊക്കെ വരുന്നു. അപ്പൊ ഇതെല്ലാം അറിയാവുന്ന ഒരു ജെൻസി എന്ന് പറഞ്ഞ കാറ്റഗറി ഇതിനെ റൈറ്റ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും സക്സസിലേക്ക് എത്താൻ പറ്റുന്നതാണ്. ഇപ്പൊ എന്റെ ലൈഫിൽ ഞാൻ അവരോട് പറയുന്നത് അതാണ്, എങ്ങനെ അത് റൈറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കിട്ടിയ കഴിവുകൾ കാര്യങ്ങൾ സ്കില്ല് യൂസ് ചെയ്യാം. ആ യൂസ് ചെയ്യുന്നത് എങ്ങനെ സക്സസിലേക്ക് എത്താമെന്നുള്ളതാണ് ആക്ച്വലി അവർക്ക് ഞാൻ കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ബേസിക്കലി. ഇൻട്രസ്റ്റിംഗ്. ഈവൻ ഈ ക്രിയേറ്റർ ലെഡ് ബ്രാൻഡ്സ് ഉള്ള സംഭവം വരുന്നുണ്ട്. ഈ സെലിബ്രിറ്റി ഡ്രിവൻ പ്രൊഡക്ട്സുകൾ ഒരുപാട് ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അങ്ങനെയൊക്കെ പ്രൊഡക്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഓണ്ടർപ്രണർഷിപ്പിലേക്ക് ഈ കൂട്ടത്തിൽ ഒരു കൂട്ടം ആളുകൾ വരും. പിന്നെ അവർക്ക് കൃത്യമായ അപ്ഡേഷൻസ് ഉണ്ട്. ഈ യങ്സ്റ്റേഴ്സിനാണ് ഇപ്പം ഒരുപാട് അപ്ഡേഷൻസ് ഉള്ളത്. എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് അവരിപ്പോ അറിയുന്നുണ്ട് വേഗത്തിൽ. ആ മാറ്റങ്ങൾക്കനുസരിച്ച് അവരുടെ സ്കില്ലും കൂടെ അവർ ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ അത് വൻ ഒരു ലെവലായിരിക്കും. കാര്യം കേരളത്തിലാണ് ഇത്രയും ആളുകൾക്ക് ഇത്രയും ഇന്റർനെറ്റ് ആക്സസും ഇത്രയും സ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാൻ ആക്സസ് ഉള്ളത്. അതവര് എന്റർടൈൻമെന്റ് അല്ലാതെ അവരുടെ ലൈഫിനും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ സക്സസ് ആവും. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അവർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അവർക്ക് ലൈഫിൽ ഏതെങ്കിലും ഒരു മൊമെന്റിൽ തിരിച്ചറിവ് ഉണ്ടാവണം. അത് ആസ് ഏർലി ആസ് പോസിബിൾ ആവണം. ലൈക്ക് ഒരു 30 ഇയേഴ്സിൽ അയ്യോ ഞാനിതൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് റിയലൈസ് ചെയ്തിട്ട് കാര്യമില്ല. ഒരു ഏർലി 18 ഒരു 17-16 തന്നെ റിയലൈസ് ചെയ്തിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ആളുകളെ പോലെ രക്ഷപ്പെടാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഉള്ള വേറെ ആരും ഇല്ല ഇന്ത്യയിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ലോകത്ത് തന്നെ. ഈ പോഡ്കാസ്റ്റ് അതിനൊരു കാരണമായ ലൈക്ക് റീച്ചസ് ബാക്ക് ഇൻ കമന്റ്സ്. മേ ബി നിങ്ങളായിരിക്കും ഈ ഗസ്റ്റ് സീറ്റിൽ ഇരിക്കുന്നുണ്ടാവുക ലേറ്റർ ഓൺ. യെസ്, ഡെഫിനറ്റ്ലി. ഓസം.